ഇത് ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വൈശിഷ്ട്യപൂർണമായ കഥയാണ്. ഒരേ സമയം ഒരു നബി പ്രവാചകനായും ശാസ്ത്രജ്ഞനായും തയ്യൽക്കാർക്കും എഴുത്തുകാർക്കും പിതാവുമായി. ഖുർആൻ അദ്ദേഹത്തെക്കുറിച്ച് ഇപ്രകാരം പറയുന്നുണ്ട്: നാം അവനെ ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. നമ്മുടെ യാത്ര തുടങ്ങുന്നത് ഇവിടെയാണ്, അതെ, ഇദ്രീസ് നബിയുടെ കഥയിൽ നിന്നും. ആദം നബിയുടെ 5ാമത്തെ തലമുറയിൽപ്പെട്ടവരായിരുന്നു ഇദ്രീസ് നബി അലൈഹിസ്സലാം. അദ്ദേഹം ശില്പകല, തയ്യൽ തുടങ്ങിയ പല മേഖലകളിലും വളരെ അറിവുള്ളവനായിരുന്നു. അതുകൊണ്ട് തന്നെ ചെറുപ്പം മുതലേ വളരെ പ്രശസ്തനായിരുന്നു. എഴുത്തു പഠിച്ച ആദ്യ മനുഷ്യനും അദ്ദേഹമാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതം എന്ന് പറയുന്നത് മനുഷ്യരാശിയുടെ തുടക്ക കാലഘട്ടത്തിൽ തന്നെയാണ്. അന്നത്തെ കാലത്തുണ്ടായിരുന്ന അഴിമതി, കള്ളം തുടങ്ങിയവയെക്കുറിച്ചൊക്കെ ജനങ്ങളോട് ആഹ്വാനം ചെയ്തിരുന്നു. അദ്ദേഹം തൗഹീദിലേക്കും നീതിയിലേക്കും അവരെ ക്ഷണിച്ചു. ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം പല വിദ്യകളും മനുഷ്യർക്ക് പകർന്നു നൽകിയിട്ടുണ്ട്. ആദ്യമായി എഴുത്ത് ഉപയോഗിച്ച മനുഷ്യനും അദ്ദേഹം തന്നെ. മാത്രവുമല്ല, അദ്ദേഹം ജനങ്ങൾക്ക് എഴുത്തും വായനയും പഠിപ്പിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ തയ്യൽ കലയും ശില്പകലയും പഠിപ്പിച്ചെടുത്തു കൊടുത്തതും അദ്ദേഹം തന്നെയാണ്. അല്ലാഹു തആല ഇദ്രീസ് നബിയെ പ്രവാചകനായി നിയമിച്ചു. തൻ്റെ ജനത പാപങ്ങൾ കൊണ്ടും അനീതി കൊണ്ടും മൂടിയവരായിരുന്നു. ഇവയ്ക്കെതിരെയെല്ലാം ഇദ്രീസ് നബി അലൈഹി ഇസ്ലാം ശക്തമായി പോരാടി. അദ്ദേഹം സഹനത്തിൻ്റെ ഒരു മാതൃകയായിരുന്നു. ഖുർആനിൽ അല്ലാഹു ഇതിനെപ്പറ്റി പറയുന്നുമുണ്ട്. ഇദ്രീസ് നബിയെക്കുറിച്ച് ഖുർആൻ അതിസുന്ദരമായൊരു വാക്യം പറയുന്നുണ്ട്: നാം അവനെ ഒരു ഉയർന്ന സ്ഥാനത്തേക്ക് ഉയർത്തി. ഇതിനെക്കുറിച്ച് പല പണ്ഡിതന്മാരും പറയുന്നത് അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെട്ടു എന്നതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മിഅ്റാജ് യാത്രയിൽ അദ്ദേഹത്തെ കണ്ടുവെന്നും ഹദീസിൽ പറയപ്പെടുന്നുണ്ട്. ഇദ്രീസ് നബി ഒരു പാഠപുസ്തകമല്ല, ഒരു ചരിത്ര കഥാപാത്രവുമല്ല. അദ്ദേഹം ഒരു ആത്മീയതയുടെ ഉയരമുള്ള ജീവിത കഥയാണ്.